ഗ്ലോയിങ് സ്കിൻ, ഗ്ലാസ് സ്കിൻ, കൊറിയൻ സ്കിൻ ഇതൊക്കെ നിങ്ങൾ കേട്ടിരിക്കും അല്ലേ? ഇതൊക്കെ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളതാണ്. ഇനി ഈ പ്രായത്തിൽ എസ്പെഷ്യലി ഒരു 50+ ഇനി സ്കിൻ ഗ്ലോ ചെയ്യുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടാകും. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുഖം തിളങ്ങാൻ പ്രായം ഒരു മാനദണ്ഡമല്ല. ചില ചെറുപ്പക്കാരിൽ ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ വന്ന മുഖമായിട്ട്, നല്ല പ്രായം തോന്നിക്കുന്ന മുഖമായിട്ട് നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ അതേസമയം തന്നെ കുറച്ച് പ്രായമുള്ള ഒരു 40-50 എത്തിയിരിക്കുന്ന ആളുകളിൽ വളരെ നല്ല യൂത്ത്ഫുൾ ആയിട്ടുള്ള സ്കിന്നായിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നല്ല റേഡിയൻ്റ് ആയിട്ടുള്ള, നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിന്ന് കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ അതെങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു എന്നതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യം കൂടിയാണ്. പ്രായം ഒരു ഘടകമാണ്, എന്നിരുന്നാൽ തന്നെയും നമ്മൾ അത് നല്ല രീതിയിൽ കെയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഏത് പ്രായത്തിലും നല്ലൊരു സ്കിന്ന് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ലാസ്റ്റ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. 50+ ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു മോർണിംഗ് സ്കിൻ കെയർ റുട്ടീനായിരുന്നു അത് ഒരുപാട് ആളുകൾ കണ്ടു, ഒത്തിരി ആളുകൾക്ക് ഇഷ്ടമായി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതേപോലെ തന്നെ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീന് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു 50 വയസ്സിലും ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സ്കിൻ നേടിയെടുക്കാൻ സാധിക്കുന്ന, അതേപോലെ തന്നെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഫൈൻ ലൈൻസിനെയും റിങ്കിൾസിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാനും സാധിക്കുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഫെയറി ഫ്രെയിംസ് എന്ന എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സ്ത്രീകൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അടുക്കളയിലായിരിക്കും. അത് ജോലിയുള്ള സ്ത്രീകളാണെങ്കിലും ജോലിയില്ലാത്ത സ്ത്രീകളാണെങ്കിലും. അപ്പോൾ നമ്മൾ ഈ ജോലിയും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ഈ അടുക്കളയിലെ പല സാധനങ്ങളും നമ്മുടെ സൗന്ദര്യത്തിനും നമ്മുടെ ഗ്ലോയിങ്ങിനുമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതായിരുന്നു എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇല്ലായിരിക്കാം അല്ലേ? ജീവിതത്തിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ നമ്മൾക്ക് എവിടെയാണ് നമ്മളുടെ മുഖം, സൗന്ദര്യം കടന്നു പോകുന്ന പ്രായം അല്ലേ? പക്ഷേ ഇനി അങ്ങനെ ആയിരിക്കരുത്. 50 കഴിഞ്ഞ് തീരുന്നതല്ല നമ്മുടെ ജീവിതം, നമ്മുടെ പ്രായം, നമ്മുടെ സൗന്ദര്യം, നമ്മുടെ സ്വപ്നങ്ങൾ ഒന്നും തന്നെ. അപ്പോൾ ഇതുവരെയും ഒരു ഒഴുക്കിനൊത്തും ഒരു ഓളത്തിനൊത്തും പൊക്കോണ്ടിരുന്ന നമ്മുടെ ജീവിതത്തെ നമുക്ക് ഇനിയൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം, വേണ്ടേ? അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ തന്നെ കെയർ ചെയ്തുകൊണ്ടാവണം. ഇവിടെ നമുക്ക് വലിയ ചിലവുകളോ ഒന്നും തന്നെ ഇല്ലാതെ നമ്മുടെ അടുക്കളയിലൊക്കെ തന്നെയുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന, യാതൊരു കെമിക്കൽസും ഇല്ലാത്ത വളരെ നാച്ചുറലായിട്ടുള്ള പ്രോഡക്റ്റുകൾ വെച്ചുകൊണ്ട് നമുക്ക് നല്ല ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് എന്തൊക്കെയാണ് ആവശ്യം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇതിനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവറാണ്. ആൻറ്റി ഏജിങ്ങിനും സ്കിൻ ഗ്ലോയിങ്ങിനുമൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കോൺഫ്ലവർ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്കിന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ബോട്ടോക്സ് ആയിട്ടും ഇതിനെ പറയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആകാനായിട്ടും സ്മൂത്ത് ആകാനായിട്ടും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ, അൺഈവൻ സ്കിൻ ടോണ് ഇതിനെയൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്ത് സ്കിൻ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആകാനായിട്ട് കോൺഫ്ലവർ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഗ്ലോയിങ് ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് കോൺഫ്ലവർ ആണ്. അതിനുശേഷം രണ്ടാമതായി നമുക്ക് വേണ്ടത് ഫ്ലാക്സീഡ് ജെല്ലാണ്. ഫ്ലാക്സീഡ് ജെൽ നമുക്കറിയാം ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഇത് സ്കിൻ ടൈറ്റൻ ആവാനും ഗ്ലോ ആകാനും അതേപോലെ തന്നെ ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, പിഗ്മെൻറ്റേഷൻ ഇതിനെയൊക്കെ നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനായിട്ടും നമ്മുടെ ഫ്ലാക്സീഡ് ജെല്ല് വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് ജെല്ലാണ്, ചണവിത്താണ്. ഇത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അതേപോലെ തന്നെ ആയുർവേദ ഷോപ്പുകളിലും ഒക്കെ ഓൺലൈനിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നോക്കി വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതിൻ്റെ ജെല്ല് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ. അറിയാത്തവർക്കായിട്ട് പറയാം. ഇത് നമ്മൾ കുറച്ചെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പാത്രത്തിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കുമ്പോൾ അതിനകത്തുനിന്ന് ഒരു ജെല്ല് ഇങ്ങനെ വരും. അത് നമ്മൾ പിന്നീട് അരിച്ചെടുത്ത് നമുക്കതൊരു ബോട്ടിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അത് ഹെയറിനും നല്ലതാണ്, അതുപോലെ തന്നെ സ്കിന്നിനും വളരെയധികം നല്ലതാണ്. വലിയ വിലയൊന്നും കൊടുക്കേണ്ടാത്ത വളരെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഫ്ലാക്സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഫ്ലാക്സീഡ് ജെല്ലാണ്. ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിലൊരു ഹൈഡ്രേഷൻ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ പോർസിനെയൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്യാനായിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
നമ്മുടെ സ്കിന്നിന് ഒരു ഹെൽത്തി ഗ്ലോ തരാനായിട്ട് റോസ് വാട്ടർ വളരെയധികം സഹായിക്കുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റോസ് വാട്ടറാണ്. ഇനി നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹൊഹോബ ഓയിലാണ്. നമുക്കറിയാം ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണ് ഈ ഹൊഹോബ ഓയിൽ എന്ന് പറയുന്നത്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഡെർമറ്റോളജിക്കലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫേഷ്യൽ ഓയിലാണ് ഹൊഹോബ ഓയിൽ എന്ന് പറയുന്നത്. ഇത് സ്കിൻ മോയ്സ്ചർ ചെയ്യുന്നു, സ്കിൻ റിപ്പയർ ചെയ്യാൻ സഹായിക്കുന്നു, അതുപോലെ സ്കിൻ ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും ഇത് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഫേസ് പാക്കിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹണിയാണ്. നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷൻ തരാനായിട്ടും സ്കിൻ ബ്രൈറ്റനിങ്ങിനും ഗ്ലോയിങ്ങിനുമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഹണി എന്ന് പറയുന്നത്. പ്രായമാവുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സ്കിന്ന് വരണ്ടു പോകുന്നു. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ഒരു മോയ്സ്ചർ നിലനിർത്താനായിട്ട് ഈ ഹണി നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ നമുക്കറിയാം ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്, പിഗ്മെൻറ്റേഷൻ ഇതിനെയൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാനും സ്കിന്ന് നല്ല ഗ്ലോ ആകാനും സ്മൂത്ത് ആകാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സൂളാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. വലിയൊന്നും കൊടുക്കേണ്ടാത്ത അത്യാവശ്യം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് നിങ്ങളൊരു 3 ടീസ്പൂൺ ഹണി ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിലേക്ക് ഒരു 4-5 ടീസ്പൂൺ റോസ് വാട്ടറും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഈ ഹണിയും ഈ റോസ് വാട്ടറും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഹണിയും റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വാട്ടറും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് നമ്മൾ വെക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 5-10 മിനിറ്റ് വെച്ചാൽ മതിയാവും ഇതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട്. നല്ലതുപോലെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറുന്ന അനുസരിച്ചിട്ട് ഇതൊരു ജെൽ കൺസിസ്റ്റൻസിയിലേക്ക് വരും. അപ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതെടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ജെൽ കൺസിസ്റ്റൻസിയിലാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറിലേക്ക് 1 ടീസ്പൂൺ, അത് തണുത്തതിന് ശേഷം കേട്ടോ, 1 ടീസ്പൂൺ ഫ്ലാക്സീഡ് ജെല്ലും കൂടെ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ഹൊഹോബ ഓയിലും കൂടി ആഡ് ചെയ്യുക. അതിലേക്ക് 3 വൈറ്റമിൻ ഇ ക്യാപ്സൂളും കൂടെ ആഡ് ചെയ്യുക. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നന്നായിട്ട് വാഷ് ചെയ്ത ക്ലെൻസ് ചെയ്ത നിങ്ങളുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ നല്ല റിസൾട്ട് തരുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഇത് രാത്രി സമയങ്ങളിൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. രാത്രി നിങ്ങൾ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾക്ക് ഇത് കഴുകി കളയാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഒരു നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്തിട്ട് കിടന്നുറങ്ങാം. പിറ്റേന്ന് രാവിലെ നിങ്ങൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഭയങ്കര നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണിത്. കാരണം നമ്മുടെ സ്കിന്ന് നല്ലതായിട്ട് ഗ്ലോ ചെയ്യുന്നതായിട്ട് ഓരോ ദിവസം കഴിയും തോറും നമ്മുടെ സ്കിന്നിന് നല്ലൊരു ഗ്ലോയിങ് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം, നമുക്കിത് തയ്യാറാക്കി ഒരു 1 വീക്ക് വരെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു 50+ ശേഷം വളരെ നല്ല രീതിയിലൊരു കെയർ നമ്മുടെ സ്കിന്നിന് കൊടുക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയി പോകും. പലരും കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റ് ചെയ്തിരുന്നു. ആരും തന്നെ ഞാൻ ചോദിച്ചിരുന്നു നിങ്ങളുടെ അടുത്ത് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നവരാണോ നിങ്ങളെന്ന് ചോദിച്ചപ്പോൾ പലരും കമൻറ്റ് ചെയ്തിരുന്നത് ഇതുവരെയും അത് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അത് അങ്ങനെ ചെയ്യാതെ ഇരിക്കരുത്. കുറേ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ആത്മവിശ്വാസം തന്നെ നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ സ്കിന്ന് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തുടങ്ങാവോ അത്രയും പെട്ടെന്ന് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഫേസ് പാക്കും കൂടെ ട്രൈ ചെയ്യുമ്പോൾ വളരെ നല്ല ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. കാരണം പ്രായമാകും തോറും നമ്മുടെ ഇലാസ്റ്റിൻ്റെയും കൊളാജിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കുറയുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഫേസിൽ പിഗ്മെൻറ്റേഷൻ വരാൻ സാധ്യതയുണ്ട്. ഫേസ് വളരെയധികം ഡള്ളാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്താനായിട്ട് ഇത്തരത്തിലുള്ളൊരു സ്കിൻ കെയർ റുട്ടീനും ഇതേപോലെയുള്ള ഫേസ് പാക്കുകളുമൊക്കെ നാച്ചുറലായിട്ടുള്ള ഫേസ് പാക്കുകളുമൊക്കെ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ മറന്നു പോകരുത്, മടി കാണിക്കുകയും ചെയ്യരുത്.
ഇതൊരു മാജിക്കൽ ഫേസ് പാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. അധികം വെയിലൊന്നും കൊള്ളാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം UV റേസ് നമ്മുടെ സ്കിന്നിനെ വളരെയധികം ഡാമേജ് ആക്കുന്ന ഒന്നാണ്. പിഗ്മെൻറ്റേഷനും അതേപോലെ ഡാർക്ക് സ്പോട്ടും ഒക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുമൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീൻസും ഒക്കെ അടങ്ങിയ ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ നന്നായിട്ട് ഉറങ്ങുക. ഒരു 8 മണിക്കൂറെങ്കിലും ഉറക്കം ആവശ്യമാണ്. അതേപോലെ തന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ ബുക്സ് വായിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ഈ സമയത്ത് ശ്രമിക്കുക. അപ്പോൾ ഇന്നലെ വരെ നമ്മൾ കണ്ടിരുന്ന സ്കിന്നായിരിക്കത്തില്ല നമ്മൾ കെയർ ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഉണ്ടാകാൻ പോകുന്ന സ്കിന്നിൻ്റെ മാറ്റങ്ങൾ. അത് നിങ്ങൾക്ക് ഓരോ ദിവസവും കണ്ണാടിയിൽ നോക്കുമ്പോൾ മനസ്സിലാവും. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇതുവരെയും കെയർ ചെയ്യാതിരുന്ന ഒരു മുഖം കെയർ ചെയ്ത് തുടങ്ങുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സ്കിൻ ഇഷ്യൂസ് നിങ്ങളെ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.